ഹലോ, ഞാനിന്ന് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന വിസ്മയത്തെക്കുറിച്ചാണ്. എത്രയോ പേരാണല്ലേ നമ്മളുടെ ഈ കേരളത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വാഴ 2 എന്ന സിനിമയിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന ആഷിറും പിള്ളേരും കയ്യടി നേടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ എത്ര പേർ ഈ അടുത്തല്ലേ വേടൻ സ്റ്റേറ്റ് അവാർഡ് നേടിയത്. റാപ്പ് സോങ് അവതരിപ്പിച്ചിരുന്ന വേടൻ ഒരു സിനിമയിൽ പാട്ട് എഴുതുകയും അതിലൂടെ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് നേടുകയും ചെയ്തു. അങ്ങനെ എത്രയോ പേരാണല്ലേ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ജയിച്ച് മുന്നേറുന്നത്. പണ്ടൊക്കെ നമ്മളുടെ പൂർവികർക്ക് ഗൾഫായിരുന്നു ശരണം. അവിടെ പോയി പണം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് പേര് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കഴിവുള്ളവർക്ക് രക്ഷപ്പെടാവുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും നമുക്ക് എന്ത് കഴിവുണ്ടോ നമുക്കത് പ്രദർശിപ്പിക്കാം. അതിലൂടെ നമുക്ക് മുന്നേറി ജീവിതത്തിൽ ഒരു വഴി കണ്ടെത്താമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഹിപ്സ്റ്ററായാലും മിഥുനായാലും സാഫ് ബോയ്സ് അങ്ങനെ എത്രയോ പേര് ഇതിലൂടെ തങ്ങളുടേതായ ഒരു സ്ഥാനം കണ്ടെത്തി. മിഥുൻ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ വരെ ചെന്നെത്തി. അങ്ങനെ നമുക്കത് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ എന്ത് കഴിവായാലും നമുക്ക് ഇതിലൂടെ പ്രദർശിപ്പിക്കാം. അതിലൂടെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താം. പണ്ടൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ മദ്രാസിൽ പോകണം, അവിടെ പോയി ലോഡ്ജ് എടുത്ത് താമസിക്കണം, കയ്യിൽ 10 കാശുണ്ടാവില്ല, പൈപ്പ് വെള്ളം കുടിച്ച് എത്രയോ ഡയറക്ടേഴ്സിൻ്റെ പുറകിൽ നടന്ന് തന്നെ ഒരു സീൻ കിട്ടിയില്ലെങ്കിലില്ല. അതുപോലെ സ്ത്രീകളാണെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമുക്ക് നമ്മളുടേതായ കഴിവുകൾ നമുക്ക് നമ്മളുടെ മീഡിയയിലൂടെ നമുക്ക് സ്വന്തം ഒരു ചാനൽ ഉണ്ടാക്കി നമുക്കതിലൂടെ പ്രദർശിപ്പിക്കാം. നമുക്ക് തന്നെ സ്ക്രിപ്റ്റ് എഴുതാം, നമ്മുടേതായ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അഭിനയിച്ച് നമുക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണേണ്ടവർ കാണും, നമുക്ക് ചാൻസും കിട്ടും. അങ്ങനെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ത്രീകൾ കുക്കിംഗ് ചാനലിലേക്കും ഫാമിലി ബ്ലോഗ്സ് ഇട്ടും യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കിയിരിക്കുന്നു. ജീവിതം തന്നെ മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗാർഡനിങ് വേണ്ടവർക്ക് അങ്ങനെ ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജി എഡ്യൂക്കേഷനോ ട്രാവലിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ സംബന്ധമായി നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി റിവ്യൂ ചെയ്തിട്ട് എത്രയോ പേർ തങ്ങളുടെ നില ഈ യൂട്യൂബിലൂടെ മെച്ചപ്പെടുത്തി ഇരിക്കുന്നു. നമുക്ക് എന്ത് കഴിവുണ്ടോ അത് നമുക്ക് ഇവിടെ മാർക്കറ്റ് ചെയ്യാവുന്നുള്ള നല്ലൊരു മാർക്കറ്റിംഗ് കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് അങ്ങനെ നമുക്ക് കാശുണ്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരദാനം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ എടുക്കാതെ അതിൻ്റെ നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ മുതലെടുത്ത് നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒരു ജീവിതം മെച്ചപ്പെടുത്താനുള്ള എന്തുകൊണ്ടും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഇതിലൊന്നും പെടാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വാട്സപ്പിലൂടെ തങ്ങളുടേതായ ഒരു ഗ്രൂപ്പിലൂടെ തങ്ങളുടെ ഒന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചും തങ്ങളുടേതായ ആശയങ്ങൾ സംസാരിച്ചും സമയം പോകാനുള്ള ഒരു അവസരവും നമുക്ക് ഈ സോഷ്യൽ മീഡിയ തരുന്നുണ്ട്. വാട്സപ്പ് എത്രമാത്രം ഗുണപ്രദമാണ് സ്ത്രീകൾക്ക്. അവരുടെയൊക്കെ പരസ്പരം കുടുംബപരമായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ ആശയങ്ങൾ കൈമാറാനും നമുക്ക് നമ്മളുടേതായ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അറിയാനും എല്ലാത്തിനും പറ്റിയ ഇതാണ് വാട്സപ്പ്. അത്രമാത്രം ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരദാനമാണ് ഈ സോഷ്യൽ മീഡിയ. നമ്മളതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, നമ്മളതിൻ്റെ ഗുണങ്ങൾ കാണുക, നമ്മളതിൽ നിന്ന് നല്ലത് നേടിയെടുക്കുക. പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂട്യൂബിലൂടെ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ, ഡോക്ടേഴ്സിൻ്റെ വിദഗ്ധ ഉപദേശങ്ങൾ കേൾക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിനെ പറ്റി അറിയാൻ, അതുപോലെ മറ്റനേകം കാര്യങ്ങളെ പറ്റി അറിയാനും നമ്മൾ ഈ ChatGPT പോലുള്ള കാര്യങ്ങൾ ഗൂഗിളും നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വാഴ 2 എന്ന സിനിമ കണ്ടപ്പോൾ ആഷിറിനെയും പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആ ഇമേജസ് തന്നെ ഇട്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.